18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള HDFC ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റാണ് ഡിജിസേവ് യൂത്ത് അക്കൗണ്ട്. മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു ഡിജിസേവ് യൂത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെങ്കിൽ അതിനകത്ത് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. ഇനി സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 25,000 രൂപയാണ്. ഇത് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. എത്ര രൂപയുടെ കുറവാണോ വന്നത് അതിൻ്റെ 6% അല്ലെങ്കിൽ 600 രൂപ ഏതാണോ ലോവർ ആയിട്ടുള്ള എമൗണ്ട് അത് പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും. പലപ്പോഴും നമ്മൾ മെട്രോ ഏരിയയിലുള്ള HDFC ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഈ ഒരു ഡിജിസേവ് യൂത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ അത് ഓപ്പൺ ചെയ്ത് തരാൻ സമ്മതിക്കില്ല. മെട്രോ ഏരിയയിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും അവർ മിനിമം 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയൻ്റൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്ത് നൽകുക. നോർമലി നമുക്ക് അങ്ങനെയുള്ളൊരു കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് മെട്രോ ഏരിയയിലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും, അർബൻ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയയിലൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ റൂറൽ ഏരിയയിൽ മാത്രം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയൻ്റ് അല്ല. അവരുടെ വെബ്സൈറ്റിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നു, അതായത് ഇപ്പോൾ മെട്രോ ഏരിയയിലുള്ള ബ്രാഞ്ചിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഇവരുടെ പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബ്രാഞ്ചിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മെട്രോ ഏരിയയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പലപ്പോഴും ആ ബ്രാഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. സോ അവിടെ പറഞ്ഞിട്ടുണ്ടാകും ഈ പറഞ്ഞ രീതിയിൽ ചെറിയ വേരിയൻ്റ് അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഉയർന്ന മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയൻറ്റുകൾ മാത്രം മെട്രോ ഏരിയയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറയുന്നത്. പക്ഷേ ഡിജിസേവ് യൂത്ത് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയൻ്റാണ്. നമുക്ക് ഓൺലൈൻ വഴി കംപ്ലീറ്റ്ലി നമുക്ക് വീഡിയോ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും. മിക്ക ബാങ്കുകളുടെ കാര്യത്തിലും ഇത് സംഭവിക്കുന്നതാണ്. വെബ്സൈറ്റിൽ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, നമ്മൾ നേരിട്ട് ബ്രാഞ്ചിൽ പോകുന്ന സമയത്ത് അവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും പറയുന്നത്. ഇത്ര രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ സെൽഫി അക്കൗണ്ട് 0 ബാലൻസ് അക്കൗണ്ടാണ്. പക്ഷേ അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്തു KYC ചെയ്യാനായിട്ട് ബ്രാഞ്ചിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ 1000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കളയും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വീഡിയോ KYC വഴി തന്നെ KYC കംപ്ലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ബാങ്കിൻ്റെ ഉയർന്ന ലെവലിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 1000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് അവർ ഒഴിവാക്കി തരും. ഈ ഒരു ഡിജിസേവ് യൂത്ത് അക്കൗണ്ട് ആക്ച്വലി ഈ പറഞ്ഞ രീതിയിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറി അക്കൗണ്ടാണ്. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. HDFC ബാങ്കിൽ 0 ബാലൻസ് അക്കൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് മറ്റു ബാങ്കുകളിലൊക്കെ തന്നെ മറ്റു പല ബാങ്കുകളിലും നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന 0 ബാലൻസ് അക്കൗണ്ടുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാനറ ബാങ്കിൽ തന്നെ നമുക്ക് ആസ്പെയർ അക്കൗണ്ടൊക്കെ അവൈലബിൾ ആണ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻക്ലൂഡിംഗ് ഡെബിറ്റ് കാർഡിന് വരെ ആനുവൽ ചാർജ് നമുക്ക് 28 വയസ്സ് വരെ നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ആ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ HDFC ബാങ്കിൽ തന്നെ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്ന ഒരു അക്കൗണ്ട് വേരിയൻ്റാണ്. പക്ഷേ 25 വയസ്സ് വരെ ഈ ഒരു അക്കൗണ്ട് വേരിയൻ്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലർ അക്കൗണ്ട് വേരിയൻറ്റിലേക്ക് കൺവേർട്ട് ആകും. റെഗുലർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണം. മെട്രോ ഇല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ 10,000 രൂപയും, സെമി അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ 5,000 രൂപയും, റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ 2,500 രൂപയുമാണ് ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഡിജിസേവ് യൂത്ത് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സർവീസ് ചാർജുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഡിജിസേവ് യൂത്ത് അക്കൗണ്ടിൻ്റെ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ റേറ്റ് ആൻഡ് പ്രൈസിംഗ് നമുക്ക് കിട്ടും. പിന്നെ ഫോറക്സ് കാർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇൻഷുറൻസ് ഫീസ് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും വിത്തിൻ 90 ഡേയ്സിൽ. പിന്നെ ബുക്സ്, ഫുഡ്, ഷോപ്പിംഗ്, പിന്നെ സ്റ്റേസ് ആൻഡ് ട്രാവൽ എന്നിങ്ങനെ 41,000-ലധികം പാർട്ട്നേഴ്സിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ HDFC ബാങ്കിൻ്റെ പേസ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, ആ ഒരു ആപ്പ് വഴി നമ്മൾ റീചാർജ്, അതുപോലെ തന്നെ ട്രാവൽ, മൂവീസ്, ഷോപ്പിംഗ് അങ്ങനെയുള്ള കാറ്റഗറികളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം. പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ കേസിൽ മണി ബാക്ക് ഡെബിറ്റ് കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ഇയർലി 3,000 രൂപയുടെ അപ് ടു 3,000 രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഫ്യൂവൽ, അപ്പാരൽസ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഗ്രോസറി കാറ്റഗറിയിൽ നമ്മൾ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു 15 ലക്ഷം രൂപയുടെ ഫ്രീ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അപ് ടു 15 ലക്ഷം രൂപയുടെ ഫ്രീ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു മണി ബാക്ക് ഡെബിറ്റ് കാർഡ്. പിന്നെ ഫയർ ആൻഡ് ബർഗ്ലറി പ്രൊട്ടക്ഷൻ കവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. ബാലൻസ് എൻക്വയറി സൗജന്യമാണ്, ബാലൻസ് സർട്ടിഫിക്കറ്റ് സൗജന്യമാണ്, പിന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് സൗജന്യമാണ്, TD സർട്ടിഫിക്കറ്റ് ഫ്രീ ആണ്. മണി ബാക്ക് ഡെബിറ്റ് കാർഡിന്റെ ഡെയിലി ഏറ്റവും വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 25,000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു മണി ബാക്ക് ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത്. 5,000 രൂപയ്ക്ക് മുകളിലുള്ള എലിജിബിൾ ട്രാൻസാക്ഷൻ നമുക്ക് EMI
ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 500 രൂപയ്ക്ക് മുകളിൽ എൻ്റർടൈൻമെൻറ്റ് ഡൈനിങ് കാറ്റഗറിയിലൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു 500 രൂപയുടെ വെൽക്കം വൗച്ചർ നമുക്ക് കിട്ടും. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ആനുവൽ ഫീസ് വരുന്നത് 300 രൂപ പ്ലസ് GST ആണ്. റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നത് 200 രൂപ പ്ലസ് GST ആണ്. ഡെബിറ്റ് കാർഡിൽ കിട്ടുന്ന 1% ക്യാഷ് ബാക്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഈ ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുകയുള്ളൂ. മാക്സിമം ക്യാഷ് ബാക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒരു മാസം 250 പോയിന്റ് ആണ്. 250 രൂപ വരെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക. നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് 250 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ക്യാഷ് പോയിന്റ് നമുക്ക് റെഡീം ചെയ്യാം. ട്രാൻസാക്ഷൻ നടത്തി 2 വർക്ക് ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ക്യാഷ് പോയിന്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഒരു വർഷമാണ് ഈ ഒരു ക്യാഷ് പോയിന്റിന്റെ വാലിഡിറ്റി വരുന്നത്. പ്രൊമോഷണൽ പോയിന്റ്സ് ആണെങ്കിൽ അതിന്റെ വാലിഡിറ്റി വരുന്നത് 3 മാസമാണ്. നെറ്റ് ബാങ്കിങ്ങിലായാലും ഇവരുടെ HDFC ബാങ്കിന്റെ മൊബൈൽ ആപ്പിലായാലും ഡെബിറ്റ് കാർഡ് മാനേജ്മെന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് റെഡീം ഓപ്ഷൻ ഉണ്ടാകും. അതുവഴി നമുക്ക് റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യാനായി സാധിക്കും. ATM റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ ATM വഴി നമുക്ക് 5 ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം. മറ്റു ബാങ്കിന്റെ ATM ആണെങ്കിൽ മെട്രോ ഏരിയയിൽ 3 ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയയിൽ 5 ട്രാൻസാക്ഷനുമാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 8.5 രൂപ പ്ലസ് GSTയുമാണ് ചാർജ് ഈടാക്കുക. പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ DigiSave യൂത്ത് അക്കൗണ്ടിന് ഒരു മാസം 2 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം 1,25,000 രൂപയാണ് നമുക്ക് സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽ നമുക്ക് ബ്രാഞ്ച് വഴി ചെയ്യാനായിട്ട് സാധിക്കുക. മൊത്തത്തിൽ അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ഈ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എക്സീഡ് ആയി കഴിഞ്ഞാൽ 150 രൂപ പെർ ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വാല്യൂ വൈസ് ആണെങ്കിലും ഇവർ പറഞ്ഞ ഒരു ഫ്രീ ലിമിറ്റ് 1.25 lakh എന്ന് പറഞ്ഞ ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ 1000 രൂപക്കും 5 രൂപ മിനിമം 150 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഇനി അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 14 ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചാർജ് ഇല്ല. 15ാമത്തെ ദിവസം മുതൽ ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 500 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഇനി RTGS, NEFT, IMBS ചാർജ് നോക്കിക്കഴിഞ്ഞാൽ RTGS ഓൺലൈൻ സൗജന്യമാണ്. ബ്രാഞ്ച് വഴിയാണെങ്കിൽ 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 20 രൂപ പെർ ട്രാൻസാക്ഷനാണ് ചാർജ് ഈടാക്കുക. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 45 രൂപ പെർ ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കും. NEFT ആണെങ്കിൽ ഓൺലൈൻ ഫ്രീ ആണ്. ഓഫ്ലൈൻ ആണെങ്കിൽ ബ്രാഞ്ച് വഴി അപ് ടു 10,000 രൂപ വരെ 2 രൂപ പെർ ട്രാൻസാക്ഷനും, 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപ പെർ ട്രാൻസാക്ഷനും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 14 രൂപ പെർ ട്രാൻസാക്ഷനും, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 24 രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും. IMBS ആണെങ്കിൽ അപ് ടു 1000 രൂപ വരെ 2,500 രൂപ പെർ ട്രാൻസാക്ഷനും, 1000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 5 രൂപ പെർ ട്രാൻസാക്ഷനും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള IMBS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 15 രൂപ പെർ ട്രാൻസാക്ഷനും സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. ഈ ഒരു DigiSave യൂത്ത് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.